ഹലോ, ലച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ അതിനായിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. മുട്ടയൊക്കെ വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ളത് എടുത്ത് വെക്കാം. ഞാൻ അതിലേക്കൊരു 3 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 10-12 വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ സവോളയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നമുക്കതിനായിട്ടൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നത് വാടി കിട്ടണം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇവിടെ നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. ഒരു 3 സ്പൂണ് ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിടാം കേട്ടോ. നമുക്കിനി ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത ശേഷമാണ് കേട്ടോ മുട്ടക്കറി വെക്കുന്നത്. ഞാൻ അതിനായിട്ട് ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ വാട്ടിയിരിക്കുന്ന സവോള മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങയൊന്നും ഒഴിക്കാതെ വെക്കുമ്പോൾ ഈ ഗ്രേവിയോടുകൂടി കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച ശേഷം നമുക്ക് ആ ഉള്ളി വാട്ടിയ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3-4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് നമുക്കിതൊന്നും കൂടി തിളപ്പിക്കണം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ പിന്നെ കറി ഒരുപാട് വെള്ളം പോലെയാവും. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ ഇത് അടുപ്പത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനും നൂലിപ്പുട്ടിനും ഒക്കെ പറ്റിയൊരു കറിയാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം ഒരു പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറിയുടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.